നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളാണ്. യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പോൾ നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ ഫീച്ചറുകൾ നമ്മുടെ യൂട്യൂബിനകത്തുണ്ട്. പല ആളുകളും യൂട്യൂബിൽ വീഡിയോ കണ്ടെങ്കിൽ പോലും അല്ലാതെ അതിനകത്ത് എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ടെന്ന് പോലും അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ പരിശോധിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് നമ്മളെല്ലാവരും ഓപ്പൺ ചെയ്യുന്ന ഒന്നാണ്. എല്ലാ ദിവസവും നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ആളുകളുമാണ്. അപ്പോൾ യൂട്യൂബിനകത്ത് ഈ പറയാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബിനകത്തൊരു വീഡിയോ നമ്മൾ ഇതുപോലെ കാണുന്ന സമയത്ത് ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കണ്ടുപോവാണ്. ഈ വീഡിയോ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണണം. അതായത് വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ അടുത്ത് സമയമില്ല, നമ്മൾ അർജൻറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കണ്ട ഉടനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഈ വീഡിയോക്ക് താഴെ അവസാനം ഒരു 3 ഡോട്ട് കാണും. ഈ കാണുന്ന 3 ഡോട്ട് അതിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേ ലിസ്റ്റ് വരും. ഈ ലിസ്റ്റ് വരുന്ന സമയത്ത് നമുക്കിവിടെ സേവ് ടു വാച്ച് ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ നമുക്ക് ഒഴിവുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ വീഡിയോ അങ്ങനെ കാണാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്ത് ഇവിടെ പ്രൊഫൈൽ കാണും. ഈ കാണുന്ന പ്രൊഫൈൽ, ഈ കാണുന്ന പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് താഴെ ഭാഗത്തേക്ക് നോക്കുക, ഇവിടെ ലൈബ്രറി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ലൈബ്രറിയിൽ നിന്ന് നേരെ താഴെ ഭാഗത്തേക്ക് നോക്കുക, വാച്ച് ലേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ വാച്ച് ലേറ്റർ എന്നുള്ള ഓപ്ഷനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഇവിടെ കാണും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. അതായത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിനിടെ കണ്ടൊരു വീഡിയോ പിന്നീട് കാണുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ നഷ്ടപ്പെടില്ല. ഇതുപോലെ വാച്ച് ലേറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കിടക്കും. ആവശ്യമുണ്ടാകുമ്പോൾ കാണാനും. കണ്ടു കഴിഞ്ഞ ശേഷം ഈ വീഡിയോ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവസാനം കാണുന്ന ഇത്രയും ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം റിമൂവ് ഫ്രം വാച്ച് ലേറ്റർ എന്നുള്ള ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുന്ന യൂട്യൂബിനകത്ത്, നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് നമ്മൾ കാണാൻ താല്പര്യമില്ല, നമുക്ക് അതിനകത്തുള്ള കണ്ടൻറ്റ് കിട്ടണം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിലെ വാർത്തകൾ കിട്ടുകയാണ്, ഒരു ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ഒക്കെയുള്ള ന്യൂസ് ചാനൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, ആ മലയാളത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ അവസാനം കാണുന്ന 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാം ആസ്ക് എന്നുള്ള ഓപ്ഷൻ. അതായത് നമ്മൾ വീഡിയോ ഓപ്പൺ ചെയ്ത ശേഷം ഇതുപോലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ആസ്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ കുറേ കാര്യങ്ങൾ ചോദിച്ച് കാണാൻ സാധിക്കും. ഒന്ന് സമ്മറൈസ് ദിസ് വീഡിയോ, നമുക്ക് ഈ വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് വീഡിയോ കാണാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ആ വീഡിയോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സമ്മറൈസ് ദ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എന്താണ് ഈ വീഡിയോ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എഴുതി തരും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ സമ്മറൈസ് ദ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ ഡീറ്റെയിൽസ് വരുന്നത് ഇംഗ്ലീഷിലാണ്. അത് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ ആസ്ക് ജമനി എന്നുള്ള ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്തുള്ള, അപ്പോൾ നേരത്തെ മുകളിൽ ആദ്യം ഇംഗ്ലീഷ് ആയിരിക്കും തരിക, ശേഷം നിങ്ങൾ മലയാളം എഴുതി കൊടുത്താൽ മതി. ആ വീഡിയോയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും, അതായത് 0 മുതൽ 1 മിനിറ്റ് വരെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും, അതുപോലെ തന്നെ 1 മിനിറ്റ് മുതൽ 1:30 വരെ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നും ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഹിന്ദിയിലോ അറബിയിലോ ഇംഗ്ലീഷിലോ ഒക്കെ ഉള്ള ചാനൽ വാർത്തകൾ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം അറിയില്ല, അത് ട്രാൻസ്ലേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ ട്രാൻസ്ലേഷൻ യൂട്യൂബിൽ ഇരുന്നുകൊണ്ട് ചോദിക്കാൻ സാധിക്കും എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ വളരെ ഉപകാരമാണ്. ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ യൂട്യൂബിനകത്ത് നമുക്ക് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ, നമ്മൾ യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സേവ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവായി. ചിലപ്പോൾ ഈ വീഡിയോ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടില്ല, കുറച്ച് ഭാഗം കണ്ടു, വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ സേവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത വീഡിയോ എവിടെ കിടക്കും കാണിച്ചു തരാം. യൂട്യൂബിൽ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മൾ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുന്നത്, ഈ കാണുന്ന പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വാച്ച് ലേറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആദ്യം സെലക്ട് ചെയ്ത വീഡിയോയും കാണാം, രണ്ടാമത് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത വീഡിയോയും കാണാൻ സാധിക്കും.
അപ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ വാച്ച് ലേറ്ററിൽ തന്നെ ആ വീഡിയോയും കാണും, നമ്മൾ സേവ് ചെയ്ത വീഡിയോയും കാണും. സേവ് വാച്ച് ലേറ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ മാറ്റിവെച്ച വീഡിയോയും ഇതിനകത്ത് കാണും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും കാണുന്ന ആഗ്രഹിക്കുന്ന വീഡിയോകളൊക്കെ ഇവിടെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂട്യൂബിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള 2 ഫീച്ചറാണ് നമ്മൾ പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.